കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോബിന്റെ പുസ്തകം 39 അധ്യായം, അതിന്റെ 1 വാക്യം. പാറയിലെ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? മാൻപേടകളുടെ ഈറ്റുനോവ് നീ കാണുമോ? 2 ചോദ്യങ്ങളാണ് യഹോവയായ ദൈവം യോബിനോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ. ഹല്ലേലൂയ. 1 ചോദ്യം, പാറയിലെ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? 2 ചോദ്യം, മാൻപേടകളുടെ ഈറ്റുനോവ് നീ കാണുമോ? ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ ഭാഗമായിരിക്കും ദൈവം യോബിനോട് പെരുങ്കാറ്റിലിരുന്ന ഹല്ലേലൂയ ഉത്തരം കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അനേക ചോദ്യങ്ങളെ കുറിച്ച് ദൈവം യോബിനോട് ചോദിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മാൻപേടകളുടെ ഈറ്റുനോവ് നീ കാണുമോ? അവയ്ക്ക് ഗർഭം തികയുന്ന മാസം നീ എനക്ക് കണക്കുകൂട്ടാമോ? അവയുടെ പ്രസവകാലം നിനക്കറിയാമോ? അവ കുനിഞ്ഞ് കുട്ടികളെ പ്രസവിക്കുന്നു, ക്ഷണത്തിൽ വേദന ഒഴിഞ്ഞു പോകുന്നു. അവയുടെ കുട്ടികൾ ബലപ്പെട്ട് കാട്ടിൽ വളരുന്നു, അവ പുറപ്പെട്ടു പോകുന്നു, മടങ്ങി വരുന്നതുമില്ല എന്നുള്ള തുടർന്ന ഇത്യാദി ചോദ്യങ്ങൾ യോബിന്റെ പുസ്തകം 39 അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോബിന് മറുപടി നൽകാൻ കഴിയാത്ത അനേക ചോദ്യങ്ങൾ ദൈവം തുടരെ അവനോട് ചോദിക്കുക. സ്തോത്രം. മുൻ അധ്യായത്തിൽ പ്രകൃതി ശക്തികളെ കുറിച്ച് ഉള്ള ചോദ്യങ്ങളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ അധ്യായത്തിൽ ഹല്ലേലൂയ ജന്തുലോകത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ ഈ ഒരു ചോദ്യത്തിന് വലിയ പ്രശസ്തി ഒന്നുമില്ലെങ്കിലും ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം സൃഷ്ടിക്കപ്പെട്ടവയാണ് ഈ സകലവുമെന്ന് യോബിന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, യോബ് മനസ്സിലാക്കാൻ വേണ്ടി, യോബ് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിലുള്ള സകല ജനത്തോടും ദൈവം ചോദിക്കുന്നത് ഹല്ലേലൂയ പാറയിലെ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? മാൻപേടകളുടെ ഈറ്റുനോവ് നീ കാണുമോ? ഇവിടുത്തെ റവറന്റും ഡോക്ടറും പണ്ഡിതനും പാണ്ഡിതനും എല്ലാ ഉന്നതന്മാരോടും എല്ലാ മത നേതാക്കന്മാരോടും മതാധ്യക്ഷന്മാരോടും രാഷ്ട്രീയക്കാരോടും സകല ജനത്തോടും ദൈവാത്മാവ് ചോദിക്കുകയാണ്, പാറയിലെ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? എന്നോടും ദൈവം ചോദിക്കുന്നതാണ്, മാൻപേടകളുടെ ഈറ്റുനോവ് നീ കാണുമോ? അത് ദൈവം നമ്മോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതെല്ലാം ദൈവമാണ് സൃഷ്ടിച്ച് അവയ്ക്കെല്ലാം തീൻ കൊടുക്കുന്ന ദൈവമാണെന്ന് ഞാനും നിങ്ങൾ ഗ്രഹിച്ച് ദൈവത്തെ ഭയപ്പെടണം. എന്നെ കേൾക്കുന്ന മനുഷ്യ, എന്നെ കേൾക്കുന്ന ശ്രോതാവി, താങ്കളുടെ ജീവിതത്തിലെ സ്വയത്വത്തിന്റെ ആത്മാവിനെ എടുത്തു കളഞ്ഞിട്ട് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച അണ്ടകടാകങ്ങളുടെ ഉറവിടമായിരിക്കുന്ന ഉടമസ്ഥനായിരിക്കുന്ന 7 ഭൂഖണ്ഡങ്ങളിലെ രാജാവായിരിക്കുന്ന സകല സൃഷ്ടിയുടെയും ഉടയവനായിരിക്കുന്ന ദൈവത്തെ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ശ്വാസം മാത്രമാണ്. നമ്മളിപ്പോൾ അകത്തേക്ക് എടുക്കുന്ന ശ്വാസം തിരിച്ചുവിടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇത് തകർന്നു, ക്ഷണത്തിൽ മരിച്ചു വീഴും. എത്രയോ ആളുകളാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടില്ലേ, കൊച്ചു കുഞ്ഞുങ്ങൾ പോലും കുഴഞ്ഞു വീണ് മരിച്ച് നമ്മൾ കണ്ടു. എന്നെ കേൾക്കുന്ന പരിശ്രമിക്കുന്ന ഈ ലോകം വലിയ അറിവിന്റെ നിറകിൽ, ജ്ഞാനത്തിന്റെ നിറകിൽ എത്തി നിൽക്കുമ്പോഴാണ് ദൈവത്തിന്റെ ദാസിദാസന്മാരെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ, ലോക രാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ സുവിശേഷ സത്യം ഞങ്ങൾ പെരുവഴി നിന്ന് വിളിച്ചു പറയുന്നത്. എന്തിനാണെന്നറിയോ? സൃഷ്ടാവായി ദൈവത്തെ നീ ഗ്രഹിച്ചറിയാൻ വേണ്ടി. നിങ്ങൾക്ക് ഭൂമിയിൽ എത്ര ഉന്നതമായ സ്ഥാനമാനങ്ങളും എത്രമാത്രം ജ്ഞാനവും അറിവുണ്ടെങ്കിലും നിന്നേക്കാൾ ജ്ഞാനിയായ സർവ്വജ്ഞാനിയായ ദൈവം ജീവിച്ചിരിക്കുന്നു എന്ന് താങ്കൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ സുവിശേഷമായി ഈ ദൈവത്തിന്റെ ദാസിദാസന്മാരൊക്കെ വരുമ്പം അവരെ എറിഞ്ഞോടിക്കുക, ചീത്ത പറഞ്ഞോടിക്കുക, അവരെ ആട്ടി ഓടിക്കുന്ന സ്വഭാവം നീ ചെയ്യരുത്.
വളരെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അല്ലേ, പൊന്നാനിയുടെ പ്രദേശത്ത് സുവിശേഷമായി കുന്നംകുളത്തുനിന്ന് ചില ദൈവദാസന്മാർ ചെന്നപ്പോൾ അവര് വളരെ മോശമായ രീതിയിൽ അവരോട് അസഭ്യമായി ഇടപെടുകയും സംസാരിക്കുകയും അവരുടെ കയ്യിലിരിക്കുന്ന ലഘുലേഖകളും ബൈബിളും ഒക്കെ വാങ്ങി അവരുടെ മുഖത്തെറിയുക, വലിച്ചു കയറുക, അടിക്കുക, ചില തന്റെ ഇടത്തോടെ ചില അഹങ്കാര ഹുങ്കാര പ്രതാപത്തോടു കൂടി ചില ആളുകൾ സംസാരിക്കുന്നത് കണ്ടില്ലേ? എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ എടുക്കുന്ന ശ്വാസം നിനക്ക് തിരിച്ചുവിടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിന്റെ ജീവിതം ഇവിടെ വെച്ച് തീരുക. നിങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാൻ നശിച്ചു പോകുവാനല്ല അവർ വിളിച്ചു പറഞ്ഞത്. ലോകരക്ഷകനായിരിക്കുന്ന യേശു കർത്താവ് മധ്യാകാശത്തിൽ വരാൻ സമയമായി, അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്ന് അവർ വിളിച്ചു പറഞ്ഞത്. അവരവിടെ വന്ന് കല്ലേറ് നടത്തിയില്ല, ബന്ദ് നടത്തിയില്ല, കെരോബ നടത്തിയില്ല, പൊതുമുതലുകൾ അടിച്ചുപൊട്ടിച്ചില്ല, റോഡിന്റെ നടുവിലിരുന്ന് സത്യാഗ്രഹം കുത്തിയിരിപ്പ് സമരം നടത്തിയില്ല, കടകൾ അടപ്പിച്ചില്ല, റോഡെ പോകുന്ന സൈക്കിളുകാരന്റെയും ബൈക്കുകാരന്റെയും കോളർന്ന് കയറിയൊന്നും പിടിച്ചില്ല. കള്ളു കുടിച്ചിട്ട് അസഭ്യം വിളിച്ചു പറയുന്ന ജനത്തെ പോലെ അവരൊന്നും വിളിച്ചു പറഞ്ഞില്ല. അവർ വിളിച്ചു പറഞ്ഞ സ്നേഹത്തിന്റെ സന്ദേശം, യേശുക്രിസ്തുവിന്റെ സന്ദേശം. യേശു സ്നേഹമാണെന്നാണ്, യേശുക്രിസ്തുവിന്റെ മാത്രമാണ് രക്ഷ, നിത്യജീവനെന്ന് അവർ വിളിച്ചു പറഞ്ഞേ അല്ലേ? അവരെ ഇത്രമാത്രം ആട്ടി ഓടിച്ച് അവരുടെ കരങ്ങളിലിരിക്കുന്ന സുവിശേഷമൊക്കെ വലിച്ചു ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി നിന്റെയും നിന്റെ കുടുംബത്തിനും വെളിപ്പെടാൻ സമയമായി. പൊന്നാനിയിൽ താൻ മാത്രമല്ല, കേരളത്തിന്റെ പല ജില്ലകളിലും പല ഗ്രാമങ്ങളിലും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങൾക്കകത്തും എത്ര ക്രൂരമായിട്ട് ദൈവദാസന്മാരോട്, ദൈവജനത്തോട് ഈ ജനം പ്രതികരിക്കുന്നത്. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, ദൈവം ആദിയിൽ ആണും പെണ്ണുമായിട്ട് ആദമിനെ സൃഷ്ടിച്ചു. അവിടെ ജാതിയോ മതമോ അവിടെ വർണ്ണവിവേചനങ്ങളൊന്നും ഇല്ലായിരുന്നു. മനുഷ്യനാണ് ജാതി ഉണ്ടാക്കിയത്, മതമുണ്ടാക്കിയത്. ഓരോ മതങ്ങൾക്കും ദൈവങ്ങളെ സൃഷ്ടിച്ചതും മനുഷ്യനാണ്. ഇന്നത്തെ ജാതി സ്പർദ്ധകളും ഇന്നത്തെ ഈ കാണുന്നതെല്ലാം മനുഷ്യനിൽ കൊണ്ടുവരുന്നതെല്ലാം ഈ ലോകത്തിന്റെ ശക്തികളാണ്, സാത്താന്യ ശക്തികളാണ് അല്ലേ? കർത്താവായ യേശുക്രിസ്തു ഭൂമി വന്ന് ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല, ഒരു പള്ളിയും പണിതിട്ടില്ല. സ്നേഹത്തോടെ ഈ ഭൂമിയിലായിരുന്ന സകല ജനത്തിനും കഷ്ടമനുഭവിക്കുന്ന, പാപത്തിൽ വീണ് കിടക്കുന്ന, ശാപത്തിൽ വീണ് കിടക്കുന്ന, ഇരുളിന്റെ ആധിപത്യത്തിൽ വീണ് കിടക്കുന്ന ജനത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുക യേശു ചെയ്തത്. അത് തന്നെയാണ് ഇന്നത്തെ യേശുവിന്റെ ശിഷ്യന്മാരും ചെയ്യുന്നത്. അതിന് അവർക്ക് നേരെ കല്ലും കൊഴിയുമായി ആക്രോശത്തിൽ കൊണ്ടു വന്നാൽ നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ തലമുറയിലും ദൈവത്തിന്റെ ന്യായത്തിന്റെ കരം വെളിപ്പെടും അല്ലേ? അഹങ്കരിക്കരുത് അല്ലേ? അതുകൊണ്ട് കർത്താവ് ചോദിക്കുകയാണ്, പാറയിലെ കാട്ടാളുകളിലെ പ്രസവകാലം നിനക്കറിയാമോ അല്ലേ? മാൻപേടകളുടെ ഈറ്റുനോവ് നീ കാണുമോ? നിങ്ങൾ അത്ര വലിയ ശക്തന്മാരാണെങ്കിൽ ഈ വചനത്തിന് നിങ്ങൾ ഒരു ഉത്തരം പറ. ദൈവത്തിന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറ. നിങ്ങൾ സർവജ്ഞാനിയാണ്, ആമേഹളിയ തന്ത്രശാലിയ. ഏത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. പണ്ടൊരാളോട് ഏത് ചോദിച്ചാലും ഉത്തരം പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സഹോദരൻ, താങ്കൾക്ക് അതിനുള്ള കഴിവോ കപ്പാസിറ്റിയോ അതിനുള്ള വിദ്യാഭ്യാസവും ജ്ഞാനവും ഒന്നുമില്ല. ഞാൻ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും താങ്കൾക്ക് ഉത്തരം പറയാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ മനുഷ്യനോട് ചെറിയ ചോദ്യം, ബൈബിളിലെ ഒരു ചോദ്യം വെച്ചേ. ഞാൻ ചോദിച്ച സ്നേഹിത, ഈ ലോകം മുഴുവൻ താങ്കൾ നേടിയെടുത്തിട്ട് ഇന്ന് താങ്കളുടെ പ്രാണൻ, ജീവൻ നഷ്ടമായ താങ്കൾക്ക് എന്താണ് പ്രയോജനം? താങ്കളുടെ നിത്യത എവിടാന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം അവിടെ കിടന്ന് തപ്പിക്കറങ്ങാൻ തുടങ്ങി. അതെല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും കിട്ടുമെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ മനുഷ്യൻ. അറിവില്ലാത്ത മനുഷ്യ, ജ്ഞാനമില്ലാത്ത മനുഷ്യ, എന്തൊക്കെയോ ഉണ്ടെന്ന് ഈ നടിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം മതി എന്ന് പറയുവാനുള്ള അധികാരവും അവകാശവും നിനക്ക് ദൈവം തന്നിട്ടില്ല. ഞങ്ങൾ മാത്രം മതി ഇവിടെ എന്ന് പറയുമ്പോൾ എന്ത് അധികാരമാണ്? പ്രേക്ഷകോ ലേറിയ. ദൈവത്തിന്റെ വചനത്തെ നമ്മൾ സ്നേഹിക്കണം. യേശു ഒരു മതസ്ഥാപകനല്ല. യേശു സ്നേഹത്തിന്റെ അടയാളമാണ്, സ്നേഹമാണ്. നിങ്ങളെ യേശു സ്നേഹിക്കുന്നു അല്ലേലിയ. എന്നെ യേശു സ്നേഹിക്കുന്നു. ലോകത്തിലുള്ള സകല ജനത്തെ ദൈവം സ്നേഹിക്കുന്നു. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന വലിയവരെയും ചെറിയവരെയും ദൈവം സ്നേഹിക്കുന്നു. വഴിയിൽ യാചിക്കുന്ന ഒരുവനെ ദൈവം സ്നേഹിക്കുന്ന അതേ സ്നേഹം ദൈവം നിങ്ങൾക്കും തരുന്നുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് സ്നേഹങ്ങളൊന്നുമില്ല അല്ലേലിയ. മുഖപക്ഷമില്ലാത്തവനാണ് നമ്മുടെ ദൈവം. ഈ ലോകം മുഴുവൻ മദ്യത്തിനും മയക്കുമരുന്നിനും പാനശാലകൾക്കും ലഹരികൾക്കും അടിമപ്പെട്ട അനവധി യൗവനക്കാർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിലേക്ക് താങ്കൾ ഇറങ്ങിച്ചല്ലേ. കഴിഞ്ഞ ദിവസം കോഴിക്കോട് കണ്ടില്ലേ? കോഴിക്കോട് ബസ് സ്റ്റാൻഡിനകത്ത് കഞ്ചാവ് വലിച്ചിട്ട്
സുബോധം നഷ്ടപ്പെട്ട് പോലീസുകാരോട് തട്ടിക്കയറുന്ന യുവതീവാക്കന്മാരെ കണ്ടില്ലേ? താങ്കൾ എന്താണ് അവിടെ ചെന്നിട്ട് അവരെ ഒന്ന് ഗുണദോഷിക്കാത്ത? മേലന്ന് ഇത് ചെയ്യരുത്, നിന്നെ ഇവിടെ കണ്ടുപോകരുതെന്ന് താങ്കൾ അവിടെ ചെന്നെന്ത് പറഞ്ഞില്ല? പൊന്നാനിയിൽ വന്ന ദൈവദാസന്മാരോട് താങ്കൾ തനിക്ക് കരിക്കാൻ അറിയത്തുള്ളൂ. താങ്കൾ അങ്ങനെയുള്ളവരുടെ ഇടയിലേക്ക് ചെല്ലണം. താങ്കളുടെ കൂട്ടം അങ്ങോട്ട് ചെല്ലണം. താങ്കളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ചെല്ലണം. ഇത്രയും കഞ്ചാവും ചരസും കറുപ്പും ഹാഷിഷും ഹെയറോയിനും ബ്രൗൺ ഷുഗറും തങ്പാക്കും മസാലയും തുളസിപ്പാക്കുകളും പുകയിലകളും സിഗരറ്റും ബീഡിയും എന്നുവേണ്ട സകല അശുദ്ധമായതും ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്ന് മനുഷ്യൻ തകർത്തുക. അത് കൂടാതെ MDMA അടക്കമുള്ള സിന്തറ്റിക് ശാമ്പടക്കമുള്ള അനേക ലഹരികൾ, കൂടാതെ സകല നാടൻ വാറ്റുകളും കൈത്തറികളും എല്ലാ വിഷാംശങ്ങൾ കൊണ്ട് കേരളം നിറഞ്ഞു നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ നഷ്ടപ്പെട്ടു പോകുന്ന തലമുറയ്ക്ക് ഒരു മാനസാന്തരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ദൈവത്തിന് വചനം പ്രസംഗിക്കുന്നത്. മാനസാന്തരം മടങ്ങി വരാൻ. ഞങ്ങൾക്കും പിള്ളേരുള്ളവരെ, ഞങ്ങളുടെ പിള്ളേർ നഷ്ടപ്പെട്ടു പോകരുത്. ഞങ്ങളുടെ പിള്ളേരെ ഞങ്ങൾ സ്നേഹിക്കുന്ന പോലെ നിങ്ങളുടെ പിള്ളേരെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സുവിശേഷം വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. യേശു എല്ലാവരെയും സ്നേഹിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ നോക്കിക്കേ, കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും കഞ്ചാവിന് വിധേയപ്പെട്ട്, മയക്കുമരുന്നുകൾക്ക് വിധേയപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന തലമുറയുടെ നടുവിൽ അവർക്കൊരു ബോധവൽക്കരണമായി, അവർക്കൊരു സന്ദേശമായി, സുവിശേഷവുമായി ദൈവത്തിന്റെ ദാസന്മാർ കടന്നു വരുമ്പോൾ നിങ്ങൾ അവർക്ക് പ്രോത്സാഹനം കൊടുക്കണം. ഹല്ലേലൂയ. അവരെ മതമാറ്റ പ്രവർത്തകരെന്ന് പറഞ്ഞ് അവരെ കല്ലെറിയാൻ ശ്രമിക്കരുത്. മുമ്പ് കല്ലെറിഞ്ഞവരൊക്കെ ദൈവത്തിന്റെ ന്യായവിധിയിൽ വന്നിട്ട് 2018 ജലപ്രളയത്തിലും 2019 കൊറോണ കാലഘട്ടത്തിലും തുടർന്ന് വന്ന എല്ലാ പേമാരി ദുരന്തങ്ങൾ അതിൽ ഉൾപ്പെട്ട നടുവില് ഈ ദൈവമക്കൾ, ദൈവദാസന്മാർ നിങ്ങളെയൊക്കെ അരിയിൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ മറന്നുപോയി. എനിക്കറിയാം, കൊറോണയുടെ സമയത്ത്, ഉൾപ്പൊട്ടലിന്റെ സമയങ്ങളിൽ, ജലപ്രളയ സമയത്ത് അനവധി ആളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു. വിദേശ രാജ്യങ്ങളിൽ അവരുടെ ബന്ധുക്കൾ വിളിച്ചു, പാസ്റ്റർ ഞങ്ങളുടെ സഹോദരങ്ങൾ ഇന്നയിടത്തുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചവരാ. എന്തിനാ? പ്രകൃതിക്ഷോഭത്തിൽ ദൈവം നിങ്ങളെ വിടിവിക്കാൻ വേണ്ടി. നിങ്ങളതൊക്കെ മറന്നുപോയി. അല്ലേ? എന്നിട്ടാണ് ജ്ഞാനിയെന്ന് പറയുന്ന, വിദ്യാസമ്പന്നെന്ന് പറയുന്ന, മഹാനെന്ന് പറയുന്ന, പണ്ഡിതനാണ്, പാമരനാണ്, ഞങ്ങൾക്ക് സകല അറിവുണ്ടെന്ന് പറയുന്ന നിങ്ങൾ ഇപ്പം ഞങ്ങൾക്കെതിരെ നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവം നിങ്ങളോട് ചോദിക്കുകയാണ്, പാറയിലെ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? എല്ലാത്തിനും കഴിവുള്ളവന് എന്ന് ഞാൻ ഉത്തരം പറ. മാൻപേടകളുടെ ഈറ്റുനോവ് നീ കാണുമോ? ഇതിന് ഉത്തരം പറയാൻ കഴിവില്ലാത്ത മനുഷ്യ. എന്തിനാണ് അഹങ്കരിക്കുന്നത്? നമുക്ക് ആ നിത്യതയിൽ ദൈവരാജ്യത്തിൽ എത്തണം. അതാണ് നമ്മുടെ എല്ലാം ലക്ഷ്യം. മനുഷ്യന് മരണം ഈ ഭൂമി വെച്ചിട്ടുണ്ട്. മരണാനന്തരം ജീവിതം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച സകല മനുഷ്യർക്കും, യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച ദൈവകൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാർക്ക് മാത്രമാണ് സ്വർഗരാജ്യം. അല്ലാതെ ഈ ലോകത്തിൽ വർഗീയതയും കലാപങ്ങളും തീവ്രവാദങ്ങളും അക്രമങ്ങളും ഉണ്ടാക്കി മദ്യത്തിനും മയക്കുമരുന്നിനും പാമശാലകൾക്ക് ലഹരിക്ക് വടിവെപ്പെട്ട് കത്തിക്കുത്തും രക്തച്ചൊരിച്ചിൽ ചെയ്തിട്ട് ഈ ഭൂമിയിൽ മരിക്കുന്ന സകല മനുഷ്യർക്കും ദൈവം വെച്ചിരിക്കുന്നത് കത്തുന്ന തീപ്പൊയ്യ, കെടാത്ത തീയും അമേലയ നരകമാണ്. താങ്കളുടെ യാത്ര അങ്ങോട്ടാ. അതുകൊണ്ട് താങ്കൾ മടങ്ങി വരണം. അപ്പൊ ദൈവം ചില ചോദ്യങ്ങൾ യോബിനോട് ചോദിച്ചവിടെ നിങ്ങളോട് ചോദിക്കുക. അപ്പൊ യോബിന് ഇതൊക്കെ മനസ്സിലാക്കണം. യോബ്, ഞാനാണ് ഈ ഭൂമിയിൽ കാണുന്നത്, സകലത്തിൽ സൃഷ്ടിച്ചത്, നീ അത് ഗ്രഹിക്കണം. അതുകൊണ്ടാണ് ഈ പ്രകൃതിയെക്കുറിച്ച് നിന്നോട് ചോദിച്ചിട്ട് എന്ത് ലോകത്തെക്കുറിച്ച് നിന്നോട് ചോദിക്കുന്നത്? നിനക്ക് മറുപടി അറിയാൻ കഴിയുമോ എന്ന് യോബിനോട് ചോദിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സൂര്യ, ദൈവം നിന്നോടും ചോദിക്കുക. വീട്ടിനകത്ത് പ്രശ്നമുണ്ടാക്കി, കലഹമുണ്ടാക്കി, ഭാര്യ അടിക്കുന്നവരും ഭർത്താവിനെ അടിക്കുന്നവരും അപ്പനമ്മമാരെ അടിക്കുന്നവരും, അല്ലേലൂയ, അയൽവാസിയെ പച്ച ചീത്ത വിളിച്ചു പറയുന്നതിനും അധികാരികളെ അനുസരിക്കാത്തവരോടും ദൈവാത്മാവ് ചോദിക്കുന്ന ചോദ്യം ഇതൊക്കെയാണ്. അല്ലെങ്കിൽ പാറയിലെ കാട്ടുകാളുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? മാൻപേടകളുടെ ഈറ്റുനോവതി കാണുമോ എന്നൊക്കെ. നിങ്ങളൊക്കെ താഴ്മ ധരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അപ്പൊ ഇവിടെ വന്യമൃഗങ്ങൾക്ക് ആഹാരം ലഭിക്കുവാൻ കഴിയുന്ന നിലയിൽ ദൈവം പ്രകൃതിയെ നിയന്ത്രിക്കുന്നു.
കാട്ടിലുള്ള സകല വന്യമൃഗങ്ങൾക്കും സകല അമിമൃഗങ്ങൾക്കും ആഹാരം കൊടുക്കാൻ വേണ്ടി ദൈവം പ്രകൃതിയെ നിയന്ത്രിക്കുന്നു. നാട്ടിലുള്ള അനവധി മൃഗങ്ങൾ, ചെറുതും വലുതുമായ അസംഖ്യമായ മൃഗങ്ങൾക്ക് ദൈവം അതിൻ്റെതായ ആഹാരം കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സകല പക്ഷി പറവജാതികൾക്കും ദൈവം ആഹാരം കൊടുക്കുന്നു എല്ലാ ദിവസവും. ഒരു പക്ഷി പറവജാതി പോലും പട്ടിണി കിടന്ന് മരിച്ചതായിട്ട് നമ്മൾ എങ്ങും കേട്ടിട്ടില്ല. ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്കെല്ലാം അതിൻ്റെതായ തീൻ ദൈവം ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഈ പ്രകൃതിയിൽ, ഈ ഭൂമിയിൽ. പ്രൈസ് ദി ലോർഡ്. നിലത്തിഴയുന്ന സകല ഇഴജാതികൾക്കും വീണ്ടുന്ന ഭക്ഷണങ്ങളെ ദൈവം കരുതിയിട്ടുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഓടിക്കളിക്കുന്ന ചെറുതും വലുതുമായ അസംഖ്യമായ മത്സ്യങ്ങളും മറ്റ് കടലിലെ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ദൈവം ഭക്ഷണം ഒരുക്കിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നടുവിൽ മനുഷ്യന്, ദൈവത്തിന്റെ സ്വരൂപത്തിലും സാധനം സൃഷ്ടിച്ച മനുഷ്യന് അവന്റെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം ദൈവം നമുക്കും തന്നു. ഇതൊക്കെ നമ്മൾ ഗ്രഹിക്കണം കേട്ടോ, നമ്മളിതൊക്കെ മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ ലോകത്തിന്റെ വെറുക്കൂത്തുകൾക്കകത്ത് നീ അകപ്പെട്ട് നഷ്ടപ്പെട്ടു പോകാതെ നീ മാനസാന്തരപ്പെട്ട് മടങ്ങും സുവിശേഷത്തിൽ വിശ്വസിക്കണം. ഈ ലോകത്തിന്റെ തന്ത്രങ്ങളും മന്ത്രങ്ങളും കൂടോത്രങ്ങളും ക്ഷുദ്രങ്ങളും ആഭിചാരങ്ങൾക്കകത്ത് നീ വഴുതി വീണ് പാപശാപ രോഗബന്ധനങ്ങൾക്കകത്ത് നീ അകപ്പെട്ട് വീണ് പോകാതെ വലയിൽ അകപ്പെട്ട പക്ഷിയെപ്പോലെ നീ ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾ വീണു പോകാതെ നീ മടങ്ങി വരണം. വലയിൽ അകപ്പെട്ടു പോയ പക്ഷിക്ക് അതിനകത്ത് രക്ഷപ്പെടാൻ പറ്റത്തില്ല. കുറച്ചു നേരം അത് കയറുന്ന ചിറകിട്ടടിക്ക് എങ്ങനെയെങ്കിലും ചാടിപ്പോകാൻ വേണ്ടി അവസാനം ചാടിപ്പോകാൻ പടില്ലാതെ വന്നു കഴിയുമ്പോൾ അതിന്റെ ചിറകടിയുടെ ശബ്ദം നിലയ്ക്കും, എന്റെ ശബ്ദം നിലയ്ക്കും. പിന്നീട് ആ പക്ഷി ഒരുപക്ഷെ മരിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നെ കേൾക്കുന്ന സ്നേഹിത, യോബിനോട് പറയും, ഈ കാണുന്നതെല്ലാം സൃഷ്ടിച്ച ഞാനാ, ഇവയ്ക്കെല്ലാം തീൻ കൊടുക്കുന്ന ഞാനാ, ഇവയെല്ലാം നിയന്ത്രിക്കുന്ന ഞാനാ, അതിന്മേലെല്ലാം അധികാരം തന്ന, അതിന്മേലെല്ലാം വാഴുവാണ് അധികാരം തന്ന ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്, നിനക്കും അധികാരമുണ്ട്. അതുകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടണമെന്ന് യോബിനോട് ദൈവം പറയുന്നു. നമ്മോട് ദൈവം പറയാം, എന്നെ കേൾക്കുന്ന മാതാപിതാ, പിതാവ്, നീ അഹങ്കരിക്കരുത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ അഹങ്കരിക്കരുത്. ഭൂമി നിനക്ക് സ്ഥാനമാനങ്ങളോ അധികാരങ്ങളോ പേരോ പ്രശസ്തിയോ കുടുംബമോ പാരമ്പര്യമോ സമ്പത്തോ പണമോ വീടോ കാറോ അല്ലെങ്കിൽ മുതലുകളോ എസ്റ്റേറ്റോ ബംഗ്ലാവോ അപ്പാർട്ട്മെന്റോ വില്ലകളോ എന്തെങ്കിലും ഉണ്ടായിരുന്നാൽ, നീ വിദ്യാസമ്പന്ന പണം ഉണ്ടെങ്കിലും നീ പാരമ്പര്യമൊക്കെ മുഴുകെ പറയുന്നവരാണെങ്കിൽ നീ അഹങ്കരിക്കരുത്. ഹല്ലേലൂയ. 6 അടി മണ്ണിന്റെ അവകാശിയാ നീ ഓർത്തോ. എത്രയുണ്ടെങ്കിലും 6 അടി മണ്ണിന്റെ അവകാശം. നീ ഇവിടെ ഈ ഭൂമിയിൽ വെട്ടിപ്പിടിച്ചത്, സമ്പാദിച്ചത്, സ്വരൂപിച്ചതും വാരിക്കൂട്ടിയത്, പിടിച്ചു പിടിച്ചതും, കൊള്ളയടിച്ചതും, അഴിമതി നടത്തിയും കൈക്കൂലി വാങ്ങിയതും ഒന്നും നിലനിൽക്കത്തില്ല. അതെല്ലാം ഈ മണ്ണിനോട് ദ്രവിച്ചു ചേരും, നിന്റെ ശരീരമടക്കം. ഹല്ലേലൂയ. ശരീരമടക്കം മണ്ണിനോട് ദ്രവിച്ചു തീരും. അതിനു മുമ്പേ നീ യേശുക്രിസ്തുവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ദൈവമാണ് സൃഷ്ടാവെന്ന് മനസ്സിലാക്കി നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. മാനസാന്തരത്തിന് വേണ്ടി ദൈവം പല വഴികൾ നിനക്ക് ഒരുക്കി തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങളൊക്കെ വിളിച്ചു പറയുന്ന സന്ദേശം, ഞങ്ങളുടെ ദാസന്മാരൊക്കെ കേരളത്തിലും മുക്കിലും മൂലയിലും, ഞങ്ങളുടെ ഇന്ത്യയുടെ മുക്കിലും മൂലയ്ക്ക് സുവിശേഷം വിളിച്ചു പറയുന്നത് ജനത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള വിവിധ മീഡിയകളിലൂടെ ഈ സുവിശേഷമായി ഞങ്ങളൊക്കെ രംഗത്ത് വരുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. കാരണം ഞങ്ങളെ സ്നേഹിച്ചൊരു യേശുവുണ്ട്, ഞങ്ങൾക്ക് രക്ഷ തന്ന യേശുവുണ്ട്, ഞങ്ങൾക്ക് പ്രത്യാശ തന്ന യേശുവുണ്ട്. ഞങ്ങളുടെ അശുദ്ധമായ അശ്ലീലമായ സ്വഭാവങ്ങളെ നീക്കിക്കളഞ്ഞിട്ട് ഞങ്ങളിൽ ഒരു വിശുദ്ധ അനുഭവത്തെ തന്ന ഒരു ദൈവമുണ്ട്. ആ യേശുവിന്റെ സ്നേഹം നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. നിന്റെ കുടുംബം നശിക്കുന്ന കാഴ്ച നീ കാണുമ്പോൾ, നിന്റെ തലമുറ നഷ്ടപ്പെടുന്ന കാണുമ്പോൾ, നിന്റെ ദേശം നഷ്ടപ്പെടുന്ന കാണുമ്പോൾ, നിന്റെ ദേശത്തുള്ള സകല തലമുറകളും പാപത്തിലേക്ക് വീഴുന്നത് കാണുമ്പോൾ, നീ അത് കണ്ട് സന്തോഷിക്കാതെ അവനത് സംഭവിക്കട്ടെ, അവനത് വരണം, അവന്റെ മക്കൾക്ക് അത് വരണമെന്ന് പറഞ്ഞ് നീ മാറി നിൽക്കാതെ നഷ്ടപ്പെടുന്ന തലമുറയ്ക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ നീ വാ. വാളും വടിയും ഒക്കെ എടുത്ത് അസഭ്യമായ വാക്കുകളും ചീത്തകളും ഒക്കെ നീ മാറ്റിവെച്ചിട്ട് നിന്റെ നാവ് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കണ്ണീരോടെ മുഴങ്കാലം മടക്കി ഞങ്ങളോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ കഴിയും. നിന്റെ കുടുംബത്തിന്റെ ശാപം മാറും. ഹല്ലേലൂയ. സകല കുടുംബങ്ങളും ശാപത്തിന് കീഴിലാണ്. സകല കുടുംബങ്ങളും ശാപത്തിന് കീഴിലാണ്. ഈ ശാപത്തിന് കീഴിൽ കിടക്കുന്ന നിന്നെ വിടുവിച്ചെടുക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ.
ആമേലരിയ മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെടുന്ന നെല്ലിയ ദൈവത്തിന്റെ വചനം വായിക്കുന്ന നിനക്കിന്റെ ശാപങ്ങളെ മാറ്റാൻ വേണ്ടി നിന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ വേണ്ടി യേശുക്രിസ്തു 2025 വർഷങ്ങൾക്ക് മുമ്പ് ആമി സ്വർഗ മഹിമകളെ വെടിഞ്ഞി താണ ഭൂമിയിലേക്ക് വന്ന് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരം വരെ പാർക്കുന്ന സകല ജനത്തിന്റെ പാപങ്ങളെ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. നമ്മുടെ പാപത്തിന് പരിഹാരം യേശു നൽകി. നമ്മുടെ പാപങ്ങളെ യേശു ചുമന്നു. അവന്റെ രക്തം കൊടുത്ത് അവന്റെ രക്തം നമ്മൾ വിലയ്ക്ക് വാങ്ങി അവന്റെ മന്ദിരമാക്കി, അവന്റെ ആലയമാക്കി, അവന്റെ വാസസ്ഥലമാക്കി, അവന്റെ പ്രാർത്ഥന സ്ഥലമാക്കി നമ്മെ ദൈവം തിരഞ്ഞെടുത്തു. അതെ, നിന്റെ ഉള്ളിൽ യേശു വസിക്കണം. നിന്റെ ഉള്ളിൽ യേശു വസിക്കണം. നിന്റെ ഹൃദയത്തിൽ യേശു വസിക്കണം. ലോകത്തിന്റെ മാലിന്യങ്ങളെ, ലോകത്തിലെ ചണ്ടി കൂമ്പാരങ്ങളെ, ആമി വർഗീയ വിഷത്തെ നിന്റെ ഉള്ളിൽ നിന്ന് എടുത്തു കളയണം. നിന്റെ ഉള്ളിൽ ദൈവസ്നേഹം നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ, അത് നിന്റെ മുഖത്ത് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. കലിതുള്ളി കടന്നു വന്ന് കലിതുള്ളി കടന്നു വന്ന് ആക്രോശത്തോടുകൂടി കടന്നു വന്ന് നിന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന അണലി വിഷം പോലെയുള്ള അസഭ്യ വാക്കുകൾ ഹല്ലേലൂയ, അതെല്ലാം സ്വർഗം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ കാലങ്ങളിൽ നീ പറഞ്ഞ സകല അസഭ്യ വാക്കുകളും ദൈവത്തിന്റെ ദാസന്മാരെ കുറിച്ച് പറഞ്ഞ എല്ലാ അപരാധങ്ങളും ഞങ്ങളെപ്പോലെ അല്ലെ, എന്നെപ്പോലെ അല്ലെ, എന്നെപ്പോലെ ദേശത്ത് കർത്താവിന്റെ നാമത്തെ അറിയിക്കുന്ന അപാലവൃത്തം ജനത്തിന് നേരെ നീ പറഞ്ഞ സകല അപവാദങ്ങളും അപരാധങ്ങളും ദൈവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദൈവം നിന്നെ ന്യായം വിധിക്കും. ഞങ്ങൾ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അഭിഷേകത്തിനെ തുടരുന്ന വചനം പറയുന്നത്. ദൈവത്തിന്റെ അഭിഷേകത്തിനെ തുടരുന്ന അവന് നേരെ നീ ഉച്ചരിച്ചാൽ, അവന് നേരെ വാക്ക് പ്രയോഗിച്ചാൽ ഹല്ലേലൂയ, അതൊക്കെ പാപമായി മാറുന്നേ. എന്റെയൊക്കെ ചെറുപ്പമായിരുന്നു എന്റെ വീടിന് ചുറ്റും പെന്തക്കോസ്ത് പള്ളിയായിരുന്നു. പെന്തക്കോസ്ത് പള്ളി എന്റെ വീടിന് ചുറ്റും ഇന്നും ഉണ്ട്. പെന്തക്കോസ്ത് ഞങ്ങളുടെ വീടിന്റെ തൊട്ടതിരെയൊക്കെ പെന്തക്കോസ്ത് പള്ളിയാണ്. ഞാനൊക്കെ ഉണ്ടായ കാലം തൊട്ട് കാണുന്നതാണ്. അപ്പൊ അന്ന് പെന്തക്കോസ്ത് പള്ളിയില് ഹല്ലേലൂയ അവര് കൈകൊട്ടി പാട്ട് പാടുമ്പോൾ ഡ്രം അടിച്ച് പാട്ട് പാടും. എന്നൊക്കെ തമ്പേരടിച്ച് പാട്ട് പാടുമ്പോൾ ഞാനൊക്കെ കുറച്ച് മുഴുത്ത് ജോലിയൊക്കെ ചെയ്ത് പണമൊക്കെ കൈ കിട്ടുക. അന്ന് വലിയ സ്റ്റീരിയോ ഒക്കെ വാങ്ങും, ടേപ്പ് റെക്കോർഡ്. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പാട്ടുകൾ വെക്കും. അവർക്ക് ആരാധിക്കാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ ആരാധനയ്ക്ക് എടുത്തേക്കും. പിന്നെ അതൊക്കെ 2 ബോക്സ് പ്രാവശ്യം മേടിച്ചോണ്ട് വന്നു. എന്നിട്ട് അവരുടെ പള്ളിക്ക് നേരെ, എന്റെ വീടും ഈ പെന്തക്കോസ്ത് പള്ളിയായിട്ട് 10 അടി അകലവേ ഉള്ളൂ. 10 അടി അകലവേ ഉള്ളൂ. അതല്ലേ ഒരു 12 അടി കാണും. അത്ര അകലത്താണ് ഒരു പള്ളി ഇരിക്കുന്നത് ഇപ്പോഴും. അവർക്ക് നേരെ ഞാൻ ഒരുപാട് ആക്രോശത്തും ഇടപെട്ടിട്ടുണ്ട്. നിങ്ങൾ എന്റെ നാട്ടിലൊക്കെ ചോദിച്ചു നോക്കുക, അവർ പറയും. അപ്പൊ ഞങ്ങളുടെ അതിരെല്ലാം പള്ളികളായിരുന്നു പെന്തക്കോസ്ത് പള്ളി. ഞാൻ അവർക്കെതിരെ എല്ലാവരും ആക്രോശത്തോടെ ഒരു ചീത്ത പറഞ്ഞിട്ടുണ്ട്, അസഭ്യം പറഞ്ഞിട്ടുണ്ട്. വ്യാജന്മാരാണ്, കള്ള ഉപദേശന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പണിയെടുക്കാതെ തിന്നുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ചീത്തകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞ ഹൂങ്കാരത്തോടു കൂടി നടന്ന എന്നെ ദൈവം ഒറ്റ രാത്രി കൊണ്ട് എന്റെ അഹങ്കാരത്തെ നീക്കി. ഒറ്റ രാത്രി ദൈവം എന്നെ സന്ദർശിച്ചു. അത്രയേ ഉള്ളൂ മനുഷ്യൻ. കർത്താവ് എന്നോട് ചോദിക്കുക, പാറയിലെ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? മാൻപേടകളെ ഏറ്റുനോവ് നീ കാണുമോ എന്ന് ഇയ്യോബിന് ചോദിച്ചതുപോലെ ദൈവം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ദൈവത്തിന് എന്നെ താഴ്ത്തി കൊടുത്തു. കർത്താവ് എനിക്കൊന്നും അറിയില്ല, എല്ലാം അറിയുന്നു. ഈ ജീവിതം തന്നല്ലോ, ഈ സന്തോഷം തന്നല്ലോ, സമാധാനം തന്നല്ലോ, ഈ ലോകത്തിന്റെ പാപസ്വങ്ങൾ വിളിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ പാപങ്ങൾക്ക് മാപ്പ് നൽകണമെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. അത് ദൈവം നമ്മെ സ്നേഹിക്കുന്നു കേട്ടോ. എനിക്ക് കേൾക്കുന്ന മാതാപിതാക്കൾ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു, നിന്റെ മക്കളെ സ്നേഹിക്കുന്നു, നിന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു. നിറത്തിലോ വർണ്ണത്തിലോ അല്ല ദൈവം സ്നേഹിക്കുന്നത്. പണത്തിലും പ്രതാപത്തിലും അല്ല, വിദ്യാഭ്യാസം പാരമ്പര്യത്തിലും അല്ല ദൈവം സ്നേഹിക്കുന്നത്. സ്തോത്രം. നീ സ്ഥാനമാനങ്ങളൊന്നും പറഞ്ഞതിലല്ല ദൈവം സ്നേഹിക്കുന്നത്. ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ മകളായി നീ ഭൂമി ജീവിക്കുന്നത് കൊണ്ട് ദൈവം നിന്നെ സ്നേഹിക്കുന്നു. അപ്പം ദൈവ സ്നേഹത്തിനകത്ത് നമ്മൾ നിറയപ്പെടണം. ഹല്ലേലൂയ. കർത്താവിന്റെ മധ്യാകാശവരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന കാലഘട്ടത്തിൽ നാം ദൈവത്തോട് ചേർന്നിരിക്കണം. ഇവിടെ ദൈവത്തിന് വേണം. ആകാശത്തിലെ പക്ഷികളെ ശ്രദ്ധിച്ചു നോക്കുവിൻ, ഹല്ലേലൂയ. കാട്ടുപുഷ്പങ്ങളെ ഹല്ലേലൂയ ശ്രദ്ധിച്ചു നോക്കുവിൻ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മാൻപേടകളുടെ ഈറ്റുനോവ് നീ ശ്രദ്ധിച്ചു നോക്കുക. അവയിൽ നിന്ന് നിനക്ക് പഠിക്കേണ്ടതായ അനേക ആത്മീയ പാഠങ്ങളെ കുറിച്ച് കർത്താവ് പറഞ്ഞു തരുന്നു. ഹല്ലേലൂയ. ആകാശത്തിലെ പക്ഷികളെ നോക്കണം, സകല പുഷ്പങ്ങളെ നിങ്ങൾ നോക്കണം, ദൈവസൃഷ്ടിയെ മുഴുവൻ നോക്കണം. പാറയിലെ കാട്ടാടുകളെ നോക്കണം,
മാൻപേടകളെ നീ കാണണം. അവയെക്കുറിച്ച് നിനക്ക് ഒരുപാട് അറിവ് ദൈവം തരുവാനുണ്ട്. നിനക്ക് ഒരുപാട് പാഠം പഠിക്കാനുണ്ട്. ഹല്ലേലൂയ. അപ്പൊ എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, നീ പഠിക്കേണ്ട അനേക ആത്മീയ പാഠങ്ങൾ അതിനകത്തുണ്ട്. മാൻപേടകൾ പ്രസവിച്ച് വർദ്ധിക്കുന്നത് പോലെ ദൈവജനങ്ങൾ, മാൻപേടകൾ പ്രസവിച്ചു കുഞ്ഞുങ്ങളെ വർദ്ധിപ്പിക്കുന്നത് പോലെ ദൈവമക്കളും എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ആത്മാക്കളെ ആദായം ചെയ്ത് വർധനമുണ്ടാകണം. ഞങ്ങളുടെ ഒറ്റ ലക്ഷ്യം പാപത്തിൽ ജനം മടങ്ങി വരിക, മാനസാന്തരപ്പെടുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക, യേശുവിന് വേണ്ടി ഹൃദയം വിട്ടുകൊടുക്കുക, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക. കർത്താവിന്റെ വരവെങ്കിൽ മധ്യാകാശത്തിൽ നീ എടുക്കപ്പെടണം യേശുവിനോട് കൂടെ. ദൈവരാജ്യത്തിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നീയത, മാൻപേടകൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പെരുകുന്നത് പോലെ നിങ്ങൾ ആത്മാക്കൾക്ക് വേണ്ടി കരയുന്നവരായിരിക്കണം. നഷ്ടപ്പെടുന്ന തലമുറയ്ക്ക് വേണ്ടി കരയുന്നവരായിരിക്കണം. പ്രൈസ്. നോക്കി, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ മാധ്യമമൊക്കെ കണ്ടില്ലേ? നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ ഈ തലമുറകൾ നഷ്ടപ്പെടുന്ന കാണുമ്പോൾ നിങ്ങൾ പ്രശ്നം സൃഷ്ടിക്കാതെ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുമെന്ന്. ഞങ്ങൾ അതിനുവേണ്ടി രാപകലില്ലാതെ പ്രാർത്ഥിക്കുക. രാപകലില്ലാതെ കണ്ണുനീരോടുകൂടി തലമുറകളുടെ നാശം കണ്ടിട്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി ദൈവം ഇടിവിന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സഹോദരേ. ഞങ്ങളെ പോലെയുള്ള സുവിശേഷകന്മാരെ നിങ്ങൾ ചീത്ത വിളിക്കുമ്പോഴും തെറി വിളിക്കുമ്പോഴും ഞങ്ങളെ എറിയുമ്പോഴും അടിക്കുമ്പോഴും ഞങ്ങളുടെ ട്രാക്റ്റുകൾ വാങ്ങി, ഞങ്ങളുടെ ബൈബിൾ വാങ്ങി പിച്ചു ചീത്തി ഞങ്ങളുടെ മുഖത്തെറിയുമ്പോഴും ഞങ്ങളുടെ ശരീരത്തിന് ഞങ്ങളുടെ വസ്ത്രങ്ങൾ മലിനമായ വെള്ളങ്ങളൊഴിക്കും മലിന വിസർജന സാധനങ്ങൾ വാരിയെറിയുമ്പോഴും ഞങ്ങൾ നിങ്ങളോട് പ്രതികരിക്കത്തില്ല. ഞങ്ങൾ തിരിച്ച് ചീത്ത വിളിക്കത്തില്ല. ഞങ്ങൾ ഒരു പ്രകോപനത്തിനും വരത്തില്ല. എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹമുള്ളത് കൊണ്ടാണ്. ഞങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹം. നിങ്ങൾ യേശുവിനോട് ചെയ്തു. യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഈ ജനം യേശുവിനോട് ചെയ്തു. യേശു നിങ്ങളെ ചേർത്തുകാരെ എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങളെ സ്നേഹിച്ചതല്ലാതെ. അതെ, ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. താങ്കൾ എത്ര കൊടിയ ഭാവിയായിരുന്നാലും, എത്ര ശാപത്തെങ്കിലും, എത്ര ആൾക്കാരെ നിന്ദിക്കപ്പെട്ടവനായിരുന്നാലും ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ സുവിശേഷം അറിയിക്കുന്നതിന് ആത്മഭാരത്തോടു കൂടിയ ശക്തിയായ പ്രാർത്ഥനയും നമുക്ക് ആവശ്യമാണ്. സുവിശേഷം അറിയിക്കുവാൻ, സുവിശേഷം വ്യാപിക്കുവാൻ, രക്ഷ നിന്റെ ഭവനത്തിൽ വരുവാൻ വേണ്ടി, നീ രക്ഷകനായ യേശുവിനെ കണ്ടെത്താൻ വേണ്ടി നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന ആവശ്യമാണ്. ആമി, കുട്ടികളെ പ്രസവിക്കുന്ന മാൻപേടകളെ നിങ്ങൾ നോക്കണം. അവ വേദനയോടുകൂടി കുനിഞ്ഞ് തങ്ങളുടെ കുട്ടികളെ പ്രസവിക്കുന്നു എന്ന് യോബ് 39:3 വാക്യത്തിൽ പറയുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവ കുനിഞ്ഞു കുട്ടികളെ പ്രസവിക്കുന്നു, ക്ഷണത്തിൽ വേദന കഴിഞ്ഞു പോകുന്നു. മാൻപേടകൾ കുനിഞ്ഞു കുട്ടികളെ പ്രസവിക്കുന്നു, ക്ഷണത്തിൽ അവിടെ വേദന കഴിഞ്ഞു പോകുന്നുവെന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇതിനെ പ്രസവവേദന എന്ന് വിളിക്കുന്നു. ആത്മാക്കൾ കർത്താവിന്റെ കുടുംബത്തിൽ ജനിക്കുന്നിടം വരെയും ആത്മാക്കൾക്ക് വേണ്ടി ദൈവമക്കൾ ഭാരത്തോടും കണ്ണുനീരോടും കൂടി പ്രസവവേദന അനുഭവിക്കുന്നവരെ പോലെ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. പ്രസവവേദന അനുഭവിക്കുന്നവർ പ്രസവവേദനയിൽ അല്ലയ ആ അനുഭവം പോലെ ദൈവമക്കൾ, ദൈവദാസിദാസന്മാർ ഈ ഭൂമി പാപത്തിലും ശാപത്തിലും അന്ധകാരത്തിലും മദ്യപാനത്തിലും വെറുപ്പത്തിലും കഷ്ടതയിലും പാപത്തിലും ശാപത്തിലും രോഗത്തിലും ബന്ധനത്തിലും അകപ്പെട്ട് കിടക്കുന്ന മഹാവ്യാധിയാൽ വീണ് കിടക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ, കണ്ണുനീരോടെ അഭയാചനോടെ ദൈവത്തോട് അപേക്ഷിക്കാൻ, ദൈവസ്ഥിതി നിൽക്കുവാൻ, പ്രസവവേദന പോലെ ദൈവസ്ഥിതി ഈറ്റുനോവ് അനുഭവിക്കുന്നവരെ പോലെ നാം മടങ്ങി വരണം. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് പറയുന്നേ, ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പ്രസവവേദനപ്പെടുന്ന. അത് നമ്മൾ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ജാതിയുടെ മതത്തിന്റെ പേര് പറഞ്ഞ് വർഗീയതയുടെ, തീവ്രവാദത്തിന്റെ, ഭീകരതവാദിയുടെ ആ സ്വഭാവ ഗുണങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങൾ ഒന്നിച്ച് മടങ്ങുവാൻ ഞങ്ങളോടൊപ്പം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്ക്. നിന്റെ കുടുംബത്തിനകത്ത് വിടുതലുണ്ടാകും, നിന്റെ ജീവിതത്തിൽ വിടുതലുണ്ടാകും, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അല്ലെങ്കിൽ നിന്റെ കുടുംബം നഷ്ടപ്പെട്ടു പോകുന്നത് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുക. ഞങ്ങൾക്ക് ഈ ആഗ്രഹം തന്ന യേശു കർത്താവ് കേട്ടോ. ഈ യേശുവാണ്. ഞങ്ങൾക്ക് അറിയാത്ത അനവധി കാര്യങ്ങൾ ഞങ്ങളെ ദൈവം പഠിപ്പിക്കുന്നതാണ് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അത് ദൈവവചനത്തിലൂടെ, പാട്ടിലൂടെ, വിവിധ സന്ദേശത്തിലൂടെ, കഥകളിലൂടെ ഒക്കെ ഞങ്ങൾ ജനത്തിനും കുട്ടികൾക്കൊക്കെ പറഞ്ഞു തരുന്നു. രക്തം ചെയ്യും, സഹോദരൻ മാനസാന്തരപ്പെടണം, സഹോദരി മാനസാന്തരപ്പെടണം. ആക്രോശത്തോടുകൂടി നീ ഭൂമിയിൽ നീ വാഴാൻ ശ്രമിച്ചാൽ അത് ന്യായവിധിയുടെ അനുഭവത്തിലേക്ക് നീ ചെല്ലും. ദൈവത്തിന്റെ കയ്യിൽ നിനക്ക് ഓടി ഒളിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ദൈവത്തിന്റെ വചനം വായിക്കുക കാണുന്നുണ്ട്. ഹല്ലേലൂയ.
നിങ്ങൾ വളരെ ഭാരത്തോടും കണ്ണുനീരോടും കൂടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അപ്പോൾ അനേകർ പാപവഴികളെ വിട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ കാരണമാകും. കഴിഞ്ഞ ദിവസം എനിക്കൊരു സഹോദരൻ മെസ്സേജ് ഇട്ടു, എന്റെ പാസ്റ്റർ സാത്താനി ആരാധന പിടിക്കപ്പെട്ട് കിടക്കുക, സാത്താന്റെ കയ്യിൽ അമർന്നുപോയി, എനിക്ക് പുറത്തു വരണം, രക്ഷ പ്രാപിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ, എനിക്ക് വേണ്ടി പാസ്റ്റർ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുമെന്നൊരു സഹോദരൻ ചോദിച്ചു. ഞാൻ പിശാചിന്റെ കെണിയിലാണ്, അവൻ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, യേശു ഏക സത്യ ദൈവമാണെന്ന് ഞാൻ മനസ്സിലാക്കി അന്ന് തൊട്ട് ഞാൻ യേശുവിടെ പ്രാർത്ഥിക്കുക, എനിക്ക് പുറത്തു പോരണം. പക്ഷെ സാത്താനി സേവക്കാർ എന്നെ ആമിനടിയെ പീഡിപ്പിക്കുക, അവര് പറയുന്ന കൊല്ലം ചെയ്യണം, ചിലപ്പം രക്തം വരെ കുടിക്കണം. അങ്ങനൊരു അനുഭവത്തിൽ എനിക്ക് പുറത്തു വരണം. ഞാൻ ആ സഹോദരന്റെ ഭാരം ഞാൻ മനസ്സിലാക്കി. ഞാൻ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സാത്താന്റെ കയ്യിൽ, സാത്താന്യ സേവക്കാരുടെ അകപ്പെട്ട് കിടക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടാനുകൂടി ജനങ്ങൾ, വിവിധ ഉന്നത സ്ഥാനമാനങ്ങൾ ഇരിക്കുന്നവരും മറ്റുള്ളവരും നമ്മുടെ യുവതി യുവാക്കന്മാരടക്കം വീണ് കിടക്കുന്നു. അവർ അതിൽ നിന്ന് പുറത്തു വരണം, പിശാചിന്റെ കയ്യിൽ നിന്ന് പുറത്തു വരണം, സാത്താന്യ സേവക്കാരിൽ നിന്ന് പുറത്തു വരണം, മാനസാന്തരം കൊടുക്കണം. അവർ പാപവഴികളെ വിട്ട് മടങ്ങി വന്ന് കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകലും ശുദ്ധീകരണം പ്രാപിക്കണം. ഏത് പാപിയെ സ്നേഹിക്കുന്നവൻ യേശുവാ. എന്നെ കേൾക്കുന്ന മാതാപിതാവ് സഹോദരൻ, നിങ്ങൾ എത്ര കൊടിയ ഭാവിയായിരുന്നാലും, നിങ്ങൾ എത്ര കൊടിയ ഭാവി ലോകം നിന്നെ വെറുത്താലും, നാടും വീടും സ്വന്തക്കാരും ബന്ധക്കാരും ചാർച്ചക്കാരും നിന്റെ സന്തത സഹചാരികളും നിന്റെ സമുദായം എല്ലാം നിന്നെ വെറുത്താലും, നിന്നെ തള്ളിക്കളഞ്ഞാലും യേശു ഒരിക്കലും നിന്നെ തള്ളിക്കളയില്ല. യേശു ഒരിക്കൽ പോലും നിന്നെ തള്ളിക്കളയത്തില്ല. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രം വന്നതെന്ന് ലൂക്കോസിന് ശേഷം 19:10 സക്കായുള്ള ബന്ധത്തിൽ കാണാൻ കഴിയും. അത് നീ ദൈവത്തിന് അകന്നുപോയി, ദൈവനാമത്തിന് അകന്നുപോയി, ദൈവ കുടുംബത്തിന് അകന്നുപോയി, നഷ്ടപ്പെട്ടു പോയി, സാത്താൻ നിന്നെ വലിച്ചു കൊണ്ടുപോയി പാപത്തിലേക്ക്. നിനക്കൊരു മടങ്ങി വരാൻ വേണ്ടി ദൈവം അവസരം തരികയാണ്. മാനസാന്തരത്തിൽ മടങ്ങി വരുവാൻ. നിന്നെ പാപത്തിലേക്ക് നയിക്കുന്ന അബ്ഗഹികളുണ്ട്, മയക്കുമരുന്ന് രോഗികളുണ്ട്. ഈ ലോകത്തിന് അനവധി വെറുക്കൂത്ത് ശാലകളുണ്ട്, വ്യഭിചാര ശാലകളുണ്ട്, ദുർനടപ്പ് കേന്ദ്രങ്ങളുണ്ട്, ആവാസ കേന്ദ്രങ്ങളുണ്ട്. നിന്നെ നിന്റെ തലമുറയും വലിച്ചുകൊണ്ട് പോകുന്ന വിധത്തിൽ സാത്താനി സങ്കേതങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. സാത്താനി ശക്തികൾ പ്രബലപ്പെടുന്ന കാണുമ്പോൾ നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് നീ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടണം. നിന്റെ കുടുംബം തകർന്നു പോകരുത്. എത്ര കുടുംബങ്ങളെ തകർന്ന് മദ്യപാനം കൊണ്ടും വെറുക്കൂത്ത് കൊണ്ടും പുകവലി കൊണ്ടും ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടും എത്ര കുടുംബങ്ങൾ തകർന്ന് ചിഹ്ന ഭിന്നമായി. കേരളത്തിലെ എത്ര കുടുംബ കോടതികൾക്കകത്ത് എത്ര ആയിരക്കണക്കിന് കേസുകളാണ് ഡിവോഴ്സിന്റെ ഇതിലെത്തി കിടക്കുന്നത്. സംശയങ്ങൾ കൊണ്ടും സംശയ രോഗങ്ങൾ കൊണ്ടും പണത്തിന്റെ പേരിലും സൗന്ദര്യത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ പേരിലും തമ്മിലടിച്ചും കലഹിച്ചും എത്ര കുടുംബങ്ങളാണ് തകരുന്നത്. എന്റെ സ്നേഹിത മടങ്ങി വാ, യേശു നിങ്ങൾക്ക് പുതുവഴി തുറന്നു തരും. ഇവിടെ എല്ലാ വേദനകളിലും ഭയങ്കരമായ വേദന, ഗർഭവേദനയാണ്, പ്രസവവേദന. എല്ലാ വേദനയെക്കാളും ഏറ്റവും വലിയ വേദന എന്താ? പ്രസവ വേദനയാണ്. പ്രൈസറോ, നിങ്ങൾ ആത്മാക്കളെ ആദായം ചെയ്യുമ്പോൾ എല്ലാ കഷ്ടങ്ങളെയും നിങ്ങൾ അനുഭവിക്കുവാൻ ഒരുക്കമാകണം. ആത്മാക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാക്കൾക്ക് വേണ്ടി ഇടിവിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ലോകരാജ്യങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി, അധികാരികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഇടിവിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പല കഷ്ടങ്ങളും നേരിടേണ്ടി വരും. അല്ലേലിയ. കേരളത്തിലുള്ളതും ഭൂമിയിലുള്ളതും കേരളത്തിലും ഭാരതത്തിലുള്ളതും ലോകരാജ്യമുള്ള സകല ഭരണാധികാരികളെ സ്നേഹിക്കണമെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും കണ്ണീരോടും അഭയാചനോടും കൂടി അവർക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യണമെന്ന് പഠിപ്പിച്ചത് യേശു മാത്രമാണ്. യേശുക്രിസ്തു മാത്രമേ പറഞ്ഞു. സത്യവേദപുസ്തകത്തിൽ മാത്രമേ അത് ഉള്ളൂ. അല്ലേലിയ. വേറെങ്ങും പറഞ്ഞിട്ട് വേറെ ആരും ചെയ്യാറില്ല. അതുകൊണ്ട് ഞങ്ങൾ സകലരെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതുപോലെ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ രക്ഷ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ആത്മരക്ഷ ഞങ്ങൾ ആഗ്രഹിക്കുക. അല്ലേരി. അപ്പൊ സകല വേദനകളെക്കാളും വലിയ വേദന പ്രസവവേദനയാണ്. ആത്മാക്കളെ ആദായം ചെയ്യുമ്പോൾ എല്ലാ കഷ്ടങ്ങളും അനുഭവിക്കാൻ ഒരുക്കമുള്ളവരായി മാറാം. കർത്താവിന് വേണ്ടി വേദന അനുഭവിക്കുന്നവരെയും ഭാരത്തെ ഏറ്റുകൊണ്ട് കുനിഞ്ഞു താഴ്ന്ന ആത്മാദായം ചെയ്യുന്ന ദൈവനാമത്തെ സ്നേഹിക്കുന്ന ദൈവവേലക്കാരെയും അല്ലേരിയ കർത്താവ് ആഗ്രഹിക്കുന്നു. ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, പ്രസവവേദന പ്രാർത്ഥിക്കുന്ന ഒരനുഭവത്തിനായി ദൈവം നിന്നെ വിളിക്കുക. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, നിന്റെ പാരമ്പര്യം മാറ്റിവെച്ച്, നിന്റെ സ്ഥാനമാനങ്ങൾ, നിന്റെ സ്വയം പുകഴ്ചയൊക്കെ മാറ്റിവെച്ചിട്ട്, നിന്റെ ഉള്ളിൽ സ്വയത്തെ മാറ്റിവെച്ച് നീ മടങ്ങി വന്ന് ദൈവത്തിന് പ്രാർത്ഥിക്കുക. തലമുറയ്ക്ക് വേണ്ടി, നഷ്ടപ്പെടുന്ന തലമുറയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ മുഴങ്കാലം മുടക്കി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത് സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. മാൻപേടകൾക്ക് എത്രയോ ശത്രുക്കളുണ്ട്. മാൻപേടകൾക്ക് എത്രമാത്രം ശത്രുക്കളാണ് ഉള്ളത്.
മാൻപേടകളുടെ ശത്രുക്കൾ, അല്ലേലൂയ, എത്രമാത്രം ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ അതിൽ സിംഹം, പുലി, കരടി, ആമീൻ തുടങ്ങിയ മുതലായ ഇവയെല്ലാം ഈ മാൻപേടകളെ എന്ത് ചെയ്യുന്നു? വേട്ടയാടി ഇരയാക്കാൻ ശ്രമിക്കുക. സിംഹവും കരടിയും പുലിയും കടുവയും തുടങ്ങിയ ചെന്നായ്ക്കൾ അടക്കമുള്ള അനവധി വന്യമൃഗങ്ങൾ മാൻപേടകളെ വേട്ടയാടി ഭക്ഷണമാക്കാൻ ശ്രമിക്കുക. അല്ലേലൂയ. അതുപോലെ തന്നെ വലിയ സ്തോത്രം. അതുപോലെ തന്നെയാണ് ദൈവജനത്തിന് നേരെ, ജനത്തിന് നേരെ. ദൈവജനത്തിന് ഒരുപാട് ശത്രുക്കളുണ്ട്. ഭൂമി ജനത്തിന് ഒരുപാട് ശത്രുക്കളുണ്ട്. സിംഹവും കരടിയും പുലിയും ചെന്നായി കടുവ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഭൂമിയിൽ മനുഷ്യന് ഒരുപാട് ശത്രുക്കളുണ്ട്. അവനെ പാപത്തിലേക്ക് വലിച്ചുകൊണ്ട് പോവാൻ വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ ശക്തികളും അധിപതികളും സ്വലോകത്തിലെ ദുഷ്ടാത്മ സേനയുടെ അനവധി ശത്രുക്കൾ ദൈവജനത്തിനും ദൈവമക്കൾക്കും ഉണ്ട് കേട്ടോ. ലേലിയ. അതിനെ നാം തിരിച്ചറിയണം. വല്ലേലൂയ. ആമേൻ സ്തോത്രം. പാപത്തിലേക്ക് ഇതിനെ വലിച്ചുകൊണ്ട് പോകുന്ന വിധത്തിൽ പിശാച് നിന്നെ അല്ലേലൂയ തകർത്തുകൊണ്ടിരിക്കും. രാവിലെ സ്നേഹിതർ വന്ന് വിളിക്കും, വാടാ നമുക്ക് ബീവറേജിലേക്ക് പോകാം, കൾഷാപ്പിലേക്ക് പോകാം, അല്ലയോ വാടാ നമുക്ക് അല്ലയോ കഞ്ചാവ് വാങ്ങാം, ചരസ് വാങ്ങാം, കറുപ്പ് വാങ്ങാം, ബ്രൗൺ ഷുഗർ, വേറെ ഇതൊക്കെ ഇപ്പൊ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനൊക്കെ കൂടിയതാ. MDMA സിന്തസിസ് സ്റ്റാമ്പ് വേറെ അതൊക്കെ കച്ചറയൊക്കെ ഉണ്ട്. അല്ലേ? അതൊക്കെ ഇപ്പം അല്ലേ? അത് നിന്റെ പാപത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകാതെ നീ ദൈവത്തിലേക്ക് മടങ്ങി വാ. നിന്റെ മാതാപിതാക്കൾക്ക് നിന്നെ ഓർത്ത് കരയുമ്പോൾ, നിന്റെ കണ്ണുനീര് നിന്റെ വേദന നീ കടന്നു പോകുന്ന പ്രതിസന്ധികൾ അവർ നിനക്ക് വേണ്ടി നിലവിളിക്കുന്ന നീ മടങ്ങി വാ. കൂട്ടുകാരോടൊപ്പം ചേർന്ന് അല്ലെ കൂട്ടുകാരിയോടൊപ്പം ചേർന്ന് പൊതു ടൗണുകളിൽ, പൊതു നിരത്തുകളിൽ ഇന്നലെ കോഴിക്കോട് നടന്ന പോലെ നീ അസർമാർഗ്യമായ അശ്ലീലമായ ജീവിതത്തിലേക്ക് പോയി നിയമത്തെ നീ വെല്ലുവിളിക്കാതെ, നിയമത്തെ നീ കയ്യിലെടുക്കാതെ, നിന്നെ ഉപദേശിക്കാൻ വരുന്ന പോലീസ് അതൊക്കെ നേരെ കൈയോങ്ങാതെ, നീ അവർക്കെതിരെ പ്രശ്നം ഉണ്ടാക്കാതെ മടങ്ങുക. നിന്റെ മാതാപിതാക്കൾ നിന്റെ ഭവനത്തിനകത്ത് കണ്ണീരോടെ കരയുന്നുണ്ട് നിന്റെ നാശം കണ്ടിട്ട്. മടങ്ങുക സഹോദര, മടങ്ങുക സഹോദരി. 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയട്ടെ, +2 പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയട്ടെ, നീ ചെയ്തു കൂട്ടുന്ന ക്രൂരത. എന്നെ കേൾക്കുന്ന 10ലും ആൾക്ക് 19ലും 12ലും പഠിക്കുന്ന കുട്ടികളോട്, നിന്നെ പോലെ സമസ്വഭാവമുള്ള, നിന്നെ പോലെ ജീവനുള്ള, നിന്നെ പോലെ ശരീരമുള്ള, നിന്നെ പോലെ രക്തം, നിന്നെ പോലെ വേദനയുള്ള ഒരു സഹോദരനാകട്ടെ സൗരിയാകട്ടെ നീ ചവിട്ടി മെതിക്കുമ്പോൾ, അവനെ ഇടിച്ചു താഴെയിടുമ്പോൾ, അവന്റെ കന്നത്തടിക്കുമ്പോൾ, അവനെ വേദന കൊണ്ട് പുളയുന്ന ആ അനുഭവം നീ തിരിച്ചറിയണം. നിന്റെ ശരീരം നിനക്കോ ഉണ്ടാകുമെന്ന് തിരിച്ചറിയണം. ലേവിയ ഓർത്തു നോക്കി. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, എന്നെ കേൾക്കുന്ന പ്രിയമക്കളെ, മാനസാന്തപ്പെട. നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളായി, നല്ല മക്കളായി, നല്ല സഹോദരൻ, നല്ല സൗകര്യമായി, നല്ല ഭർത്താവ്, നല്ല ഭാര്യയായി, മറ്റുള്ളവർക്ക് നല്ല മാതൃകയായി ജീവിക്കുക. പാപം വേണ്ട, പാപത്തിന് വഴി വേണ്ട. സ്വന്തം മാൻപേടകൾക്ക് ശത്രുക്കൾ ഉള്ളതുപോലെ നിനക്ക് അനവധി ശത്രുക്കളുണ്ട്. അവർ നിന്റെ പാപത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകും. നീ അതിലേക്ക് പോകരുത്. രാവിലെ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ തൊട്ട് നിന്നെ പാപത്തിലേക്ക് നയിക്കുന്ന, പാപത്തിലേക്ക് വലിച്ചുകൊണ്ട് അനവധി പ്രസ്ഥാനങ്ങൾ തുറക്കുവാൻ തുടങ്ങും. നീ അത് കണ്ട് അതിലേക്ക് പോകരുത്. നിന്റെ ദേശത്തെ അധികാരികളെ നീ മാനിച്ചും ബഹുമാനിച്ചും അവർക്ക് വിധേയപ്പെട്ടും കീഴ്പ്പെട്ടും അവർ പറയുന്നത് കേട്ടും, നീ ഏത് മതമെന്നുള്ളതല്ല, ഏത് രാഷ്ട്രീയക്കാരെന്നുള്ളതല്ല, നീ മാനസാന്തരപ്പെടണം. ഫ്രൈസറോ, രാഷ്ട്രീയത്തിന് വേണ്ടി നീ കൊടി പിടിച്ച് നടന്ന, രാഷ്ട്രീയത്തിന് വേണ്ടി നീ ബുക്കാറുണ്ടാക്കി നടന്നാൽ അവസാനം രാഷ്ട്രീയക്കാർ കാണത്തില്ല നിന്നെ രക്ഷിപ്പാൻ. രാഷ്ട്രീയക്കാർ കാണത്തില്ല. നിന്നെ കണ്ട് കൊടി പിടിപ്പിക്കാനും, നിന്നെ കണ്ട് മുദ്രാഗം വിളിച്ച്, നിന്നെ കണ്ട് സംഘർഷം ഉണ്ടാക്കാനും അവർ കാണത്തുള്ളൂ. നിനക്കൊരു അപകടം വരുമ്പോൾ ആരും കാണത്തില്ല. അല്ലേലി. അതുകൊണ്ട് മാനസാന്തരം മടങ്ങി വാ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ജനങ്ങൾ രക്ഷാമാർഗത്തിലേക്ക് വരണം. പാതാള വാതിലുകളെ വിട്ട്, സാത്താന്റെ വാതിലുകളെ വിട്ട്, പൈശാചിക ശക്തികളെ വിട്ട്, പിശാചിന്റെ അധീനതയിൽ മടങ്ങി വന്ന് മാനസാന്തരപ്പെടണം. അല്ലേലൂയ സ്തോത്രം. വിജയത്തിന്റെ പാതയിൽ നടക്കണം. ക്രിസ്തു എന്ന പാറമേൽ നിന്റെ ഗമനത്തെ നീ ഉറപ്പിക്കണം. നിന്റെ കാലുകളെ ഉറപ്പിക്കണം. നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. എന്നെ കേൾക്കുന്ന മാതാപിതാ, ഈ വചനത്തിനോട് പറയുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക. എത്ര കുടുംബങ്ങളെ കണ്ണുനീരിലൂടെ സങ്കടത്തിലൂടെ കടന്ന് മാതാപിതാക്കൾ മക്കളെ കുറിച്ച് വേദനിക്കുന്നത്. പഠിക്കാൻ വിട്ട കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കഴിയാതെ അവരെ കേസിൽ അകപ്പെട്ടവർ കോടതിയിൽ ജയിലിൽ കിടക്കുമ്പോൾ അവിടെ പഠനം നഷ്ടപ്പെട്ടു പോയല്ലെന്ന് ഓർത്ത് എത്ര മാതാക്കൾ കരയുന്നുണ്ട്. കടമെടുത്ത് വായ്പയെടുത്ത് നിന്നെ പഠിക്കാൻ വിട്ടിട്ട് നീ കോളേജിൽ ചെന്ന് സ്കൂളിൽ ചെന്ന് അടിപിടി ഉണ്ടാക്കുമ്പോൾ നിന്നെ നൊന്തുപെറ്റ വയറുണ്ടല്ലോ നിന്റെ മാതാവ് നിനക്ക് വേണ്ടി എത്രമാത്രം ഭാരപ്പെടുന്നുണ്ട്, കലങ്ങുന്നുണ്ട്. നീ ഓർക്ക് സഹോദരി, നിന്റെ ചുണ്ടത്ത് പുകയുന്ന അലിയ പുക. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ കുറെ ചെറിയ കുട്ടികൾ, ആൺകുട്ടികൾ മാറി നിന്ന് സിഗരറ്റ് വലിക്കുന്നവർ കണ്ടില്ലേ?
എത്ര ഹീനവും നീചവുമായി നികൃഷ്ടമായി പ്രവർത്തികളാണ് ചെയ്യുന്നത്. എന്നെ കുഞ്ഞു കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, നീ സ്കൂൾ, കോളേജ്, ക്യാമ്പസ്, കലാലയങ്ങളെ പരിസരം കിട്ടുന്ന ഒരു മുട്ടായി പോലും കടയിൽ നീ ഒരു സാധനം പോലും വാങ്ങി കഴിക്കരുത്. അങ്ങനെയുള്ള കടകളും കമ്പോളും സ്കൂൾ, കോളേജ് പരിസരങ്ങളുടെ അരിവിൽ പോലീസ് നിരന്തര നിരീക്ഷണത്തിൽ വെക്കണം, നിരന്തര റെയ്ഡ് നടത്തണം. അവന് വേണ്ടി പ്രത്യേകമായിട്ട് അവനെ നിരീക്ഷിക്കണം അങ്ങനെയുള്ളവരെ. അല്ലേ നമുക്ക് തലമുറ ആവശ്യം, നമുക്ക് കുടുംബം ആവശ്യം, തലമുറയാണ്, കുടുംബത്തിൽ സമാധാനം ആവശ്യം. നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. അല്ലാതെ സുവിശേഷമായി ഭൂമിയിലേക്ക് ഇറങ്ങി സുവിശേഷമായി നിന്റെ ഗ്രാമത്തിലേക്ക് വരുന്ന ദൈവദാസന്മാരെ അടിച്ചോടിച്ച് അവരുടെ മുഖത്ത് കാർക്കിട്ടിക്കുകയല്ല, അവർ കൊടുക്കാൻ ട്രാക്ടർ ബൈബിൾ പിച്ച ചിന്തകളല്ല ചെയ്യേണ്ടത്. അതിനനുസരിച്ച് ശാപങ്ങൾ പെരുകിക്കൊണ്ടിരിക്കും. മനസ്സാന്തരം പടങ്ങി അതിന്റെ നന്മയ്ക്ക് ഞാൻ ഇതൊക്കെ പറയുന്നേ. നിന്റെ വിടുതലിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അല്ലേരിയ അവിടെ എന്നെ കേൾക്കുന്നത് വിജയത്തിന്റെ കർത്താവിന്റെ സഭയുടെ ഭാഗമായി നീ മാറാൻ സമാധാനം നിനക്ക് കിട്ടും. നിനക്ക് ജീവിതത്തിൽ ഒന്നും കൊണ്ട് സമാധാനമില്ല, സ്വസ്ഥതയില്ല ജീവിക്കുന്ന വ്യക്തിയാണോ, നീ യേശുവിന്റെ അരികിലേക്ക് വന്നാൽ ഈ ലോകം തരാത്ത സമാധാനം നിനക്ക് തരും, ഈ ലോകം തരാത്ത സ്നേഹം നിനക്ക് തരും. നിന്റെ നഷ്ടപ്പെട്ട നന്മകളെല്ലാം ദൈവം നിനക്ക് മടക്കി തരും. ജീവിതത്തെ ദൈവം മടക്കി തരും. നീ എത്ര മദ്യത്തിനും മയക്കും ലഹരിക്ക് അടിമപ്പെട്ടവനായിരുന്നാലും നിന്നെ അത് വിടുവിച്ചുകൊണ്ട് ദൈവത്തിന് കഴിയും, സത്യസുവിശേഷത്തിന് കഴിയും. അല്ലേലിയ. അവിടെ എന്നെ കേൾക്കുന്ന പിശിനീയതേ, ആമി സ്തോത്രം. ആത്മാദായം നേടി സമയത്തിൽ അവസാനത്തിൽ നിങ്ങൾ കർത്താവിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. ജനത്തിന് വേണ്ടി കർത്താവിന്റെ വരവെങ്കിൽ വിറകയോടെ ആമി സ്തോത്രം നാം നിൽക്കാതെ 1000 ആത്മാക്കളെ നേടി ആത്മാദായം ചെയ്ത് അവർക്ക് വേണ്ടി കടലിലൂടെ പ്രാർത്ഥിച്ച്, ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, നഷ്ടപ്പെട്ടു പോകുന്ന തലമുറയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ ഇതുപോലെ ദൈവാത്മാവ് നിനക്ക് ആഹ്വാനം നൽകുകയാണ്. ഇനി വായിച്ച വചനത്തിലേക്ക് വന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനം എന്താണ്? യോബിന്റെ പുസ്തകം 39-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യമാണ്. പാറയിലെ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? മാൻപേടകളെ ഈറ്റുനോവ് നീ കാണുമോ? യോബിനോട് ദൈവം ചില ചോദ്യങ്ങൾ ചോദിക്കുക. ഞാൻ ആദ്യം പറഞ്ഞു, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം അപ്രസക്തമാണെങ്കിലും ഇതിനെല്ലാം സൃഷ്ടിച്ചതും ഇതിനെല്ലാം ജന്മം കൊടുത്തതും ഇവരെല്ലാം ഭൂമിയിലാക്കി വെച്ച് ഇവയ്ക്കെല്ലാം തീ കൊടുക്കുന്നതും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് യഹോവയായ ദൈവമാണ്. യോബ് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, യോബിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യോബിനോട് ചില ചോദ്യങ്ങൾ ദൈവം ചോദിക്കുക. ഇതെന്നോട് നിന്നോടും ദൈവം ചോദിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിങ്ങളോട് ചോദ്യം ദൈവം ചോദിക്കുക. അതുകൊണ്ട് നിന്റെ ഹുങ്കാര പ്രതാപങ്ങളെ മാറ്റിവെച്ചിട്ട് നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് യോബിനെ പോലെ താഴ്ന്നു ധരിക്കണം. അത് നിന്റെ കുടുംബത്തെ ദൈവം മാനിക്കാൻ ആഗ്രഹിക്കുക. കഷ്ടതയുടെ കണ്ണുനിന്റെ തന്നിലൂടെ കടന്നു പോകുന്ന കുടുംബത്തിന്റെ മകൻ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടി ഭാരം അനുഭവിക്കുന്ന മാതാപിതാക്കൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവ് ഈ കുടിലോട്ട് കൊട്ടാരി വരെ പാർക്കുന്ന വലിയൊരു ചെറിയ ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ സകല ജനത്തെയും ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യൗവനത്തിലും, വാർത്തയിൽ, നിരാകുലത്തിൽ, അശന, യാച, ഓപ്പണ, ചോടനും തടവറയിലായിരിക്കുന്നവർക്കായി വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികളും, ട്രൈബൽ മേഖല ഐക്യ സഹകരണത്തെ അധികാരികളെയും കർത്താവ് മദ്യത്തിനും ഐക്യവും മനസ്സിലെ ലഹരിക്കും അടിപ്പെട്ടിരുന്ന യുവതലമുറകൾ, ഞങ്ങളുടെ സ്കൂൾ കുട്ടികൾ, കർത്താവിയുടെ യൗവനക്കാരെയും മാതാപിതാക്കളെ കർത്താവ് ഞങ്ങൾ ദൈവരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അസന്മാർഗമായ ജീവിതം വിട്ട് മടങ്ങി വന്ന് കർത്താവ് ജനം ദൈവത്തെ ഭയപ്പെടുവാൻ, ദൈവമായി കർത്താവ് അനുഗമിപ്പാൻ യേശുവിന്റെ സ്നേഹത്തെ നിറപ്പെടായി പ്രാർത്ഥിക്കുന്നു. കരയിലും കടലും ആകാശമാർക്കും വാഹനം നിന്ന് സെയിൽസ് ചെയ്യുന്നവർക്കായി, കടലോര വാസി മത്സ്യത്തിനായി ആഴക്കടലിൽ കടന്നുപോയിരിക്കുന്നവർ, ക്ഷീരമേഖല, കാർഷികമേഖല, വലിയ ചെറുതുമായി വ്യാപാരി, വ്യവസായി, വഴിയോര കച്ചവടക്കാരെ, കൺഷൻ രംഗത്ത്, മെക്കാനിക്ക്, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത്, ഡ്രൈവേഴ്സിനെയും അവരുടെ തലമുറകളെയും വിധമായ ഭാരത്തിലും പാപത്തിലും ശാപത്തിലും ബന്ധനം കടന്നു പോകുന്നവർ, മാരകമായ രോഗത്തിന് അതിരായി കിടക്കുന്നവർ, കരസേന, വ്യോമസേന, സത്യ അതിർത്തികൾക്കും BSCR, പോലീസിന്റെ ജുഡീഷ്യൽ, ക്രമസമാധാന, നിയമ രംഗത്ത് അവന്റെ രഹസ്യാംശഭാഗങ്ങളെ കർത്താവ് കൈനമി, കർത്താവ് സഹകരണ വിദ്യാഭ്യാസ സമ്പത്തിനെ ബാല്യമേഖലയായിരിക്കുന്ന എല്ലാ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരും സകല ജനത്തെയും, കേരളത്തിലും വിദേശ രാജ്യങ്ങളുമായിരിക്കുന്ന എല്ലാ ജനത്തിനായി കഷ്ടം സഹിക്കുന്ന, വേദനയായിരിക്കും, നൊമ്പരപ്പെടുന്ന വിദേശ രാജ്യങ്ങളും കടന്നാൻ വളരെ പ്രതികൂലം കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ട ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നു. ശാപത്തിന്, പാപത്തിന്, രോഗത്തിന് ജനം മടങ്ങി വരട്ടെ. കർത്താവ് ജനത്തിന് വിടുതൽ, സമാധാനം കൊടുക്കണം. എത്രയോ തലമുറകളാണ് നഷ്ടപ്പെടുന്നത്. ഇനിയെങ്കിലും കർത്താവ് ജനം മടങ്ങി ഒന്ന് മാനസാന്തരപ്പെട്ട് ദേശത്ത് കർത്താവ് ദൈവിക സമാധാനം അനുഭവിക്കുന്ന എത്തിയുവാൻ കർത്താവ് ഞങ്ങൾ സുവിശേഷമായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കുള്ള ദൈവമക്കളെ അയക്കുന്നുണ്ടല്ലോ, അവരെ ദൈവം മാനിക്കണമേ. സുവിശേഷം ജയിലിൽ കിടക്കുന്ന സൗകര്യമാരെ ഗുരുത്തരപ്പെട്ട മോചനം ലഭിക്കുക. അവിടുത്തെ ഗവൺമെന്റിൽ ഇടപെടുവാൻ സുവിശേഷം പീഡയിലേക്ക് ദൈവദാസന്മാർ കണ്ണുനീരിനും പ്രാർത്ഥനയും മറുപടിയായി സുവിശേഷ വിരോധികൾ, തീവ്രവാദികൾ
ഭീകരവാദികൾ വർഗീയവാദികൾക്ക് ദൈവം മാനസാന്തരം കൊടുക്കുവാൻ അവരുടെ കുരുടായ കണ്ണുകൾ മാറി അവരുടെ ഹൃദയത്തിൽ ദൈവിക പ്രകാശം ഉണ്ടായി മാനസാന്തരത്തിൽ മടങ്ങി വരുവാൻ ഈ സ്ഥലത്ത് ഞങ്ങൾ ദൈവം ലഭിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോകരുത് കർത്താവേ. ഇന്ന് പകൽ 2 വീലും 3 വീലും 4 വീലിലേക്ക് യാത്ര ചെയ്യുന്നവർ കർത്താവ് എവിടെയെല്ലാം സൂക്ഷിക്കണമേ. അപകടങ്ങൾ വർദ്ധിക്കുന്നു, കെണികൾ വർദ്ധിക്കുന്നു. മനുഷ്യ സുബോധത്തിന്റെ ആത്മാവിൽ സകല ലഹരിക്കും അടിമപ്പെട്ട് കിടക്കുന്ന സകല ജനങ്ങളും മടങ്ങി വരേണ്ടതായി ദൈവരങ്ങളെ ഏൽപ്പിക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. തലമുറകൾ മാനസാന്തപ്പെട്ടിട്ട് അസന്മാർഗ ജീവിതം വിട്ട് മടങ്ങി വരുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.